ഇതൊരു 110cc വണ്ടിയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ലുക്കിലാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വണ്ടി കൊടുത്തത്. ഫുള്ളി ഡീറ്റെയിൽ മീറ്റർ, അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വണ്ടിയെ തന്നെ ഈ ഡീറ്റെയിൽ മീറ്ററിനകത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 110cc ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന ഹോണ്ടയുടെ ഇരുചക്ര വാഹനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നല്ല, ഹോണ്ട ലിവോ എന്ന് പറഞ്ഞ വാഹനമാണ്. നമുക്കറിയാം, ഇരുചക്ര വാഹന ശ്രേണിയിൽ ഹോണ്ടയെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിലൊരു സെയിൽ വന്ന വാഹനം തന്നെയാണ് ലിവോ എന്ന് പറഞ്ഞ സാധനം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അത്യാവശ്യം നല്ലൊരു മൈലേജ് വാഹനം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ മെയിൻ്റനൻസ് കുറവാണ്. അപ്പോൾ ജിയുടെ പ്രൈസിൽ നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങൾക്കും വിലയും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിവോയുടെ കാര്യത്തിൽ നല്ലൊരു ഡിഫറൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, കുറച്ച് അപ്ഡേഷൻ ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൊടുപുഴയുള്ള മുത്തൂറ്റ് ഹോണ്ടയിലാണ്. നമ്മുടെ ഒപ്പം ചേരുന്നത് വൈച്ചാനാണ്. വൈച്ചേട്ടാ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ലൊരു മൈലേജ്, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചൊരു മൈലേജ്, അതുപോലെ മെയിൻ്റനൻസ് കുറവ്, ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഒരു വാഹനം നമ്മൾ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഒരു 110cc എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ജോലിക്ക് പോകാനും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വാഹനം എടുക്കുന്നത്. അപ്പം നമുക്ക് ലിവോയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മൈലേജ് തരുന്നുണ്ട്. പ്രൈസിൻ്റെ കാര്യത്തിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ജിയുടെ പ്രൈസിൽ ഇപ്പം വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജിയുടെ പ്രൈസിൽ എത്രയാണ് വ്യത്യാസം വന്നേക്കണേ, അതുപോലെ കുറച്ച് അപ്ഡേഷനുകൾക്ക് പുതിയത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞുതരാമോ? GSTയുടെ പ്രൈസിൽ നമുക്ക് ഏകദേശം ഒരു 10,000 അടുത്തൊരു വ്യത്യാസം വന്നിട്ടുണ്ട് വണ്ടിക്ക്. അത്യാവശ്യം നല്ല പവറോട് ESP ടെക്നോളജിയോടുള്ള വണ്ടിയാണ് വന്നിരിക്കുന്നത്. എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ ടെക്നോളജി എന്നാണ് ഹോണ്ട എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പവറും വണ്ടിക്ക് തരുന്നുണ്ട്. വണ്ടി മൈലേജ് ആയാലും അത്യാവശ്യം നല്ല മൈലേജ്, 80 കിലോമീറ്റർ മൈലേജ് അടുത്ത് വണ്ടിക്ക് കിട്ടുന്നുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു 110cc ആയാലും അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഒരു വാഹനം തന്നെയാണ് ഈ പറഞ്ഞ ലിവോ എന്ന് പറഞ്ഞ വാഹനം അല്ലേ? ഇത് നമുക്ക് എത്ര മോഡൽസിലാണ് വരുന്നത്? നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഫ്രണ്ട് ഡിസ്ക് മാത്രമുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, പിന്നെ ഡിസ്ക് ഇല്ലാത്തൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ 2 വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, അല്ലാണ്ട് വേറെ വ്യത്യാസം വരുന്നില്ല അല്ലേ? അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് പ്രൈസിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? ഏകദേശം ഒരു 3,500 വ്യത്യാസം, ആ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ അല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് കളേഴ്സ് എന്തെങ്കിലും പുതിയത് വന്നിട്ടുണ്ടോ അഡീഷണൽ ആയിട്ട്? കളേഴ്സ് നമുക്ക് 3 കളറിലാണ് വണ്ടി വരുന്നത്. PS ബ്ലൂ വിത്ത് ഗ്രീൻ സ്റ്റിക്കർ വരുന്നുണ്ട്, പിന്നെ ബ്ലാക്കില് ബ്ലൂ സ്റ്റിക്കറും പിന്നെ ഒരു ഓറഞ്ച് സ്റ്റിക്കർ ഉള്ള ഒരു മോഡൽ വരുന്നുണ്ട്. അങ്ങനെ 3 കളേഴ്സിലാണ് വണ്ടി വരുന്നത്. ഇതാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ ഗ്രീൻ വന്നപ്പോൾ കുറച്ചുകൂടി എടുത്ത് വെക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രാഫിക്സ് അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ വെച്ചിട്ട് അപ്പൊ എനിക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഡീറ്റെയിൽ ജസ്റ്റ് പറഞ്ഞുതരാമോ? ഫ്രണ്ടിലോട്ട് വന്നു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടയർ ഉണ്ട്. പിന്നെ 80-100 പോയിന്റിനാണ് ടയർ വരുന്നത്. അതിൻ്റെ അത് തന്നെ ഡിസ്ക് ബ്രേക്കുള്ള ഓപ്ഷനുണ്ട്, ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്തൊരു ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു വലിയൊരു കവളാണ്, എയറോഡൈനാമിക് ആയിട്ടുള്ള കവള് വരുന്നുണ്ട്. അതിൻ്റെ തന്നെ സ്റ്റിക്കറുകൾ 2 സൈഡിലും സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്റ്റിക്കറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ളൊരു ഇൻഡിക്കേറ്റേഴ്സും അതിന് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് വരുമ്പോഴത്തേക്ക് ഹാലജൻ ഹെഡ്ലൈറ്റ് ആയിരുന്നു, നല്ല വ്യൂ കിട്ടുന്ന ഹാലജൻ ഹെഡ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട് വണ്ടിക്ക്. പിന്നെ സസ്പെൻഷനിലോട്ട് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള സസ്പെൻഷൻ, നല്ല യാത്രാസുഖം കിട്ടുന്നുള്ള ലോങ് ആയിട്ടുള്ള സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടിക്ക് ചാട്ടോ കുലുക്കോ അങ്ങനെയൊന്നും ഫ്രണ്ടിൽ വരുന്നില്ല. പിന്നെ അതിൻ്റെ ഒരു 2 സൈഡിലായിട്ട് നമുക്ക് റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അലോയിലോട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള അലോയിലും കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർത്ത് തന്നെ വണ്ടിയുടെ ബോഡി കളറിലോട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ അതിൻ്റെ ഒരു ഗ്രീൻ സ്ട്രിപ്സും അതിനോട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വ്യൂയിലോട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഗ്രാഫിക്സിൻ്റെ ഭംഗി എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഹോണ്ടയുടെ തന്നെ ഒരു ബാഡ്ജിങ്, ഒരു ലോഗോ വരുന്നുണ്ട്. അതിനകത്ത് ഒരു 2 ഡ്യുവൽ ടോണിലാണ്, ഒരു ഗ്രേയിലും ഒരു PS ബ്ലൂ എന്ന് പറഞ്ഞ കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല അട്രാക്റ്റീവായിട്ട് തന്നെയാണ് ഹോണ്ട ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എൻജിൻ സൈഡിലോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്, ഒരു മാറ്റ് ഫിനിഷ് കളറിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഗിയറാണെങ്കിലും 4 സ്പീഡ് ഗിയറാണ് വന്നിരിക്കുന്നത്. ഒരു ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഉള്ളൊരു ലിവറിലാണല്ലോ വന്നിരിക്കുന്നത്. പിന്നെ സൈഡ് സ്റ്റാൻഡ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് എൻജിൻ കട്ട് ഓഫ് ഓപ്ഷനുള്ളതാണ് വന്നിരിക്കുന്നത്. സൈഡ് സ്റ്റാൻഡ് മാറ്റിയാൽ മാത്രമാണ് വണ്ടി ഗിയർ ഇട്ടാൽ വണ്ടി നീങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ വണ്ടി എൻജിൻ ഓഫായി പോകും. പിന്നെ അതിൻ്റെ ഫൈബർ ചെയിൻ ബോക്സാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുരുമ്പെടുക്കുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട നമുക്ക്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടൊരു ഫൈബർ ചെയിൻ ബോക്സാണ് വന്നിരിക്കുന്നത്. പിന്നെ സാരി ഗാർഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫൈബറിൻ്റെയും ഒരു മെറ്റലിൻ്റെയും കൂടി ചേർത്തിട്ടുള്ളൊരു സാരി ഗാർഡാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സസ്പെൻഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്കിൽ സസ്പെൻഷൻ ഒരു റെഡ് കളർ ഹൈഡ്രോളിക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബോഡിയായിട്ട് ചേരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ലോഗോ കൊടുത്തത് ലിവോ എന്നുള്ള ലോഗോ കൊടുത്തത് ഒരു കാർബൺ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ലിവോ എന്നുള്ളൊരു കാർബൺ പാറ്റേണിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രാബ് റെയിലോട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വലിയൊരു ഗ്രാബ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അത്യാവശ്യം നല്ല ഗ്ലോസി ടൈപ്പിലുള്ളൊരു ഗ്രേ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഗ്രാബ് റെയിലാണ്. പിന്നെ ബാക്കിൽ ടെയിൽ ലാമ്പ് ആണെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്.
അതിനോട് ചേരുന്ന രീതി തന്നെ ഒരു 2 ഇൻഡിക്കേറ്റേഴ്സും വന്നാൽ അതിനോട് ചേരുന്ന രീതി തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് വന്നത്. അത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ഫ്രണ്ടിലത്തെ പോലെ തന്നെ 80-100-18 ടയറാണ് തന്നെ. അതിൻ്റെ അലോയ് സ്ട്രിപ്സ്, ഗ്രീൻ സ്ട്രിപ്സ് ബോഡി കളറിൽ വന്ന പോലെ വരുന്നുണ്ട്. അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരു സൈലൻസറും വന്നിരിക്കുന്ന, ചെറിയൊരു നമുക്ക് അതിൻ്റെ ചേർന്ന് നിൽക്കുന്ന സൈലൻസർ വന്നിട്ടുണ്ട്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രൊട്ടക്ടർ ഒരു മാറ്റ് ഗ്രേ കളറിൽ സൈലൻസറും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ഗ്രിപ്പുള്ളൊരു റബ്ബർ ഫുഡ് റെസ്റ്റാണ് വന്നിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള ഫുഡ് റെസ്റ്റ് തന്നെയാണ്. അതിനോട് ചേർന്ന് ഒരു ESP ടെക്നോളജി എന്നുള്ളൊരു ബാഡ്ജിങ്ങും വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഫുഡ് റെസ്റ്റ് നമുക്ക് അത്യാവശ്യം നല്ല ഒരു ബ്രേക്ക് പെഡലാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ളൊരു ബ്രേക്ക് പെഡൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ കിക്കർ ഓപ്ഷനും ഉണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഓപ്ഷനും വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് ടാങ്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള 12 ലിറ്ററിൻ്റെ ടാങ്കാണ് വന്നിരിക്കുന്നത്. ടാങ്കിലോട്ട് വരുമ്പോൾ അതിൻ്റെ അകത്ത് E20 പെട്രോൾ യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിലോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. 2 പേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാറിലോട്ട് വന്നു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഹാൻഡിൽ ബാറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നോർമലായിട്ടുള്ളതുപോലെ തന്നെ ഹോണിൻ്റെ സ്വിച്ച്, ഇൻഡിക്കേറ്റേഴ്സ്, ഡിമ്മും ബ്രൈറ്റിൻ്റെ സ്വിച്ച്, പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. സെയിം തന്നെയാണ് സെൽഫിൻ്റെ സ്വിച്ചും ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ എടുത്തു പറയേണ്ട പിന്നെ എൻ്റെ ഒരു മീറ്റർ കൺസോൾ ഫുള്ളി ഡീറ്റെയിൽ മീറ്ററാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, സെലക്ട് ചെയ്യാനും സെറ്റ് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ഫ്യൂല് കാണിക്കും, സ്പീഡോമീറ്റർ കാണിക്കും, നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും, കിലോമീറ്റർ, പിന്നെ ഗിയർ പൊസിഷൻ ഏതാണെന്ന് കാണിക്കും, ന്യൂട്രൽ, എൻജിൻ മാൽ ഫങ്ഷൻ. പിന്നെ അതിനകത്ത് എക്കോ മോഡ് എന്നൊരു ഓപ്ഷനുണ്ട്. അതാണ് കറക്റ്റ് ആക്സിലേറ്ററിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ എക്കോ മോഡ് ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞ് കിടക്കും. അപ്പം വണ്ടി കറക്റ്റ് മൈലേജ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ അതിൻ്റെ അത് ഗിയർ പൊസിഷൻ കാണിക്കും, ഏത് ഗിയറിലാണ് വണ്ടി ഓടുന്നത് എന്നുള്ളതിൻ്റെ ഇത് കാണിക്കും. പിന്നെ നിലവിൽ ടാങ്കിൽ കിടക്കുന്ന പെട്രോൾ കൊണ്ട് എന്തോരം ദൂരം ഓടാൻ പറ്റും എന്നുള്ളത്, റിയൽ ടൈം മൈലേജ്, ആവറേജ് മൈലേജ്, ഡിസ്റ്റൻസ് ടു MT, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം അതിൻ്റെ അകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ട്രിപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും, ട്രിപ്പ് A, ട്രിപ്പ് B എന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും അതിനകത്ത്. ഇതൊരു 110cc വണ്ടിയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ലുക്കിലാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വണ്ടി കൊടുത്തത്, ഫുള്ളി ഡീറ്റെയിൽ മീറ്റർ, അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വണ്ടിയെ തന്നെ ഈ ഡീറ്റെയിൽ മീറ്ററിനകത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതായിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ സെൽഫ് സ്വിച്ച് വരുന്നത് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വരുന്നതും സെൽഫിൻ്റെ സ്വിച്ചും വരുന്നതും ഒരു സ്വിച്ച് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ സൈലൻസ് സ്റ്റാർട്ടാണ് വരുന്നത്. വണ്ടി സെൽഫ് അടിക്കുമ്പോൾ അതിൻ്റെ വേറെ സൗണ്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു 110cc എഞ്ചിനാണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ വെച്ചിട്ട് നമ്മൾ വാഹനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ മൈലേജിനെ ഓൾറെഡി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇനി പറയേണ്ട പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞെങ്കിലും ജസ്റ്റ് ഞാൻ ഒന്നോട് ചോദിക്കുവാണ്. നമുക്ക് 110cc വരുന്നത്. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള വാഹനമാണ്. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു വെയിറ്റും ഈ വാഹനത്തിൽ വരുന്നുണ്ടല്ലേ. അപ്പോൾ എൻ്റെ ഒരു മൈലേജിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ പറയാമോ? നമുക്ക് എത്രയാണ് നിലവിൽ നമ്മൾ കസ്റ്റമറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എത്രയാണെന്ന് പറയാമോ? ആവറേജ് ഒരു 80 അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടിക്ക്. 110cc ആണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണിത്. 80 അടുത്ത് കസ്റ്റമറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മൈലേജ് ആണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി എടുത്തു പറയേണ്ടതാണ് നമുക്ക് പ്രൈസിൻ്റെ കാര്യത്തിലേക്ക്. അപ്പോൾ നമുക്ക് ഇപ്പം GSTക്ക് മുമ്പ് നമുക്ക് വാങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ GSTക്ക് മുമ്പുള്ള പ്രൈസും ഇപ്പോഴത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞുതരാമോ? GSTക്ക് മുമ്പേക്കാളും വ്യത്യാസം ഒരു 10,000 രൂപ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പം ഡിസ്ക് ഓപ്ഷൻ വരുമ്പോഴത്തേ 1,50,000, ഡ്രം ഓപ്ഷൻ വരുമ്പോഴത്തേ 1,02,000 ആണ് ഇതിന് തന്നെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അല്ലേ. ഓക്കെ, അതുപോലെ നമുക്ക് ഇങ്ങനെയാണ് വാറണ്ടി എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ വാറണ്ടി നമുക്ക് നോർമൽ കമ്പനി 3 വർഷം വാറണ്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 10 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് അഡീഷണൽ ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ നമുക്ക് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇത്രയും ഒരു പ്രൈസേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു ചെറിയൊരു ഡൗൺ പേയ്മെന്റ് തന്നെ ഈ വാഹനം ഇറക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ എത്രയാണ് ചേട്ടാ അതിന്റെ ഡൗൺ പേയ്മെന്റ്? 5,000 രൂപ സിവിൽ സ്കോർ ഒക്കെ ഓക്കെ, 5,000 രൂപയ്ക്കൊക്കെ വണ്ടി ഇറക്കാൻ പറ്റുന്നത്. 5,000 രൂപ വാഹനം ഇറക്കാനായിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷത്തേക്ക് ഫിനാൻസ്? 4 വർഷം വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. EMI-ലേക്ക് വന്നു കഴിഞ്ഞാലോ? EMI-ലോട്ട് നമുക്ക് സിവിൽ സ്കോർ നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അല്ല, എന്നാലും ഏകദേശം പറഞ്ഞ ഒരു 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഏകദേശം എത്ര രൂപയായിരിക്കും? 4,000 ആ സംതിങ് വരും. ഏകദേശം ഒരു 5,000 രൂപ താഴെയൊക്കെ വരുന്നു. അത്ര അളവ് വരുന്നുണ്ടല്ലേ. പിന്നെ അതുപോലെ നമുക്ക് സർവീസിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 110cc ആണ്. അപ്പോൾ നമുക്ക് സർവീസ് കോസ്റ്റ് നമുക്ക് നിലവിൽ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് സർവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ? നോർമൽ കമ്പനി ഒരു ഫ്രീ സർവീസ് എന്ന് പറയുമ്പോൾ 3 ഫ്രീ സർവീസ് ആയിട്ടാണ് തന്നെ. അതിന്റെ ഓയിലിന്റെ ചാർജ് വരും. നമുക്ക് ഏകദേശം ഒരു 700 രൂപ എടുത്ത് നമുക്ക് 3 സർവീസിനും വരത്തുള്ളൂ. ഓരോ സർവീസിനും 700 രൂപ എടുത്ത് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് കിലോമീറ്റർ അനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ
പറഞ്ഞ കിലോമീറ്റർ കണ്ടിന്യൂ അനുസരിച്ചാണ് സർവീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സർവീസ് വരുമ്പോൾ 750,000, സെക്കൻഡ് 6,000, തേർഡ് 12,000 3 ഫ്രീ സർവീസ് കഴിയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ചേട്ടാ. അപ്പം ഇപ്പം നമുക്ക് നിലവിൽ വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടോ, അവൈലബിൾ ആണോ? അവൈലബിൾ ആണല്ലേ. ഈ പറയാൻ ജിഎസ്റ്റിയുടെ പ്രൈസ് ഇങ്ങനെ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് മിക്കവാറും എല്ലാവരും തന്നെ വാഹനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് എടുത്ത് ചോദിച്ചത്. അപ്പോൾ അയച്ചേൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ഈ ഹോണ്ട ലിവോനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിലോ, അതുപോലെ തന്നെ നമുക്ക് അറിയാൻ പ്രൈസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സിവിലിന്റെ അനുസരിച്ചാണ് നമുക്ക് ലോണിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് സിവിൽ ചെക്ക് ചെയ്താലാണ് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായും അയച്ചെന്നെ കോൺടാക്ട് ചെയ്യാം. അതിപ്പോൾ ലിവോ എന്നല്ലാട്ടോ, നമ്മുടെ ഹോണ്ടയുടെ ഇരുചക്ര വാഹനങ്ങൾ ഏത് വാങ്ങാനാണെങ്കിലും അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനാണെങ്കിലും പ്രൈസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും ബ്രോനെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അയച്ചിട്ട് നമ്മുടെ ഷോറൂം വരുന്ന ലൊക്കേഷൻ കൂടി ജസ്റ്റ് പറഞ്ഞു കൊടുത്തേക്കാം. മുത്തൂരുകൊണ്ട തൊടുപുഴ വെങ്ങല്ലൂർ ഷാപ്പുമ്പോഴാണ് ഷോറൂം വരുന്നത്. നമുക്ക് റോഡ് സൈഡ് തന്നെയാണ് വരുന്നത് അല്ലേ. നമുക്ക് സർവീസ് ഇവിടെ അവൈലബിൾ ആണല്ലോ അല്ലേ? ഓക്കെ. പറഞ്ഞാൽ തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ജസ്റ്റ് അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ ഹോണ്ട ലിവോ എന്ന് പറഞ്ഞ വാഹനം യൂസ് ചെയ്തിട്ട് ഒരാളാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കും ഈ വാഹനം വാങ്ങാൻ നിൽക്കുന്നവർക്കും ഒരു ഉപകാരമായിട്ട് മാറും. അപ്പോൾ ബ്രോ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.